السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد فاتقوا الله يا عباد الله. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖമായി ഉണർത്താനുള്ളത്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു ഇരുത്തം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യവും പ്രതിഫലവുമെല്ലാം വന്നിറങ്ങുന്ന ആദരണീയമാക്കപ്പെട്ട ഒരു സദസ്സാണ് അറിവിൻ്റെ സദസ്സ് എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന കഅജ്രി ഹാജ്ജിൻ താമിൻ ഹജ്ജതഹു. ആരെങ്കിലും ഒരാൾ അറിവുദ്ദേശിച്ചുകൊണ്ട് പള്ളികളിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ഉദ്ദേശം രണ്ടാലൊന്നാണ്. ഒന്നുകിൽ അറിവ് പഠിപ്പിക്കലാണ് ഉദ്ദേശം, അതല്ലെങ്കിൽ അറിവ് കേൾക്കലാണ് ഉദ്ദേശം. ഈ രണ്ടുദ്ദേശത്തിൽ ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ പൂർണ്ണമായി ഹജ്ജ് ചെയ്യുന്നതിൻ്റെ പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത്. ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം എത്രയാണോ ആ പ്രതിഫലം അറിവിൻ്റെ സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത്. അതായത് അത്രയും ശ്രേഷ്ഠതയാണ് അറിവിൻ്റെ സദസ്സിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുക എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ ഈ ഒരു മജ്ലിസ് എന്നത് അത് പ്രതിഫലാർഹമായ ഒരു ഇരുത്തമായിട്ടാണ് ഓരോരുത്തരും കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയ്യത്തുകൾ നമ്മൾ നന്നാക്കണം. സ്വന്തത്തിൻ്റെ പരിവർത്തനമാണ് നമ്മൾ ആദ്യമായി ലക്ഷ്യം വെക്കേണ്ടത്. അതായത് നമ്മൾ നന്നാവുക എന്നതാണ് ഏതൊരു അറിവിൻ്റെ സദസ്സിൻ്റെയും ഒന്നാമത്തെ ലക്ഷ്യം. നമ്മൾ സ്വയം നന്നാകണം എന്നുള്ള ബോധ്യത്തോടു കൂടി ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം ഓരോ വാക്കുകളും നമ്മൾ കേൾക്കേണ്ടത്. അതോടൊപ്പം തന്നെ സദസ്സിലിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ച ഒരു മര്യാദയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ, നബി പള്ളിയിലാണ്, നബിയും സഹാബാക്കളും പള്ളിയിലുണ്ട്. 3 അംഗ സംഘം, 3 ആളുകൾ പള്ളിയിലേക്ക് വന്നു എന്ന്. അങ്ങനെ 3 ആളുകൾ പള്ളിയിലേക്ക് വരികയും ഫഅഖ്ബല ഇസ്നാനി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ആളുകൾ റസൂലിന്റെ അരികിലേക്ക് വന്നു. വദഹബ വാഹിദുൻ, 3-ാമത്തെ ആൾ പള്ളിയിൽ നിന്ന് പുറത്തുപോയി. ആ മജ്ലിസിൽ ഇരിക്കാതെ, സദസ്സിലിരിക്കാതെ പുറത്തുപോയി. ഫവഖഫ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമ്മാ അഹദുഹുമാ ഫറആ ഫുർജതൻ ഫിൽ ഹലഖതി ഫജലസ ഫീഹാ. എന്നാൽ അതിൽപ്പെട്ട ഒരാൾ, ആ 2 ആളുകളിൽ ഒരാൾ സദസ്സിൽ ഒരു വിടവ് കണ്ടപ്പോൾ ആ വിടവിൽ വന്ന് സദസ്സിൻ്റെ ഭംഗി അദ്ദേഹം അലങ്കരിച്ചു. എന്നാൽ 2-ാമത്തെ ഒരാൾ ഏറ്റവും പിന്നിൽ പോയി ഇരുന്നു. ഏറ്റവും പിന്നിൽ പോയിട്ടാണ് 2-ാമത്തെ വ്യക്തി ഇരുന്നത്. 3-ാമത്തെ ആൾ ആ മജ്ലിസിൽ ഇരിക്കാതെ പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 ആളുകളെ കുറിച്ചും അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അലാ ഉഖ്ബിറുക്കും അനിൻ നഫരി സലാസ. 3 ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. അമ്മ അഹദുഹും, അവരിൽപ്പെട്ട ഒരാൾ, ഫഅഹ്വ ഇലല്ലാഹി ഫആവാഹുല്ലാഹ്, അവൻ അല്ലാഹുവിലേക്ക് അഭയം പ്രാപിച്ചു, അല്ലാഹു അവൻ അഭയം കൊടുത്തു. മജ്ലിസിൽ വിടവ് കണ്ടപ്പോൾ ആ വിടവ് നികത്തിയ വ്യക്തി, അവന് അല്ലാഹുവിൻ്റെ അഭയമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. എന്നാൽ മറ്റേ വ്യക്തിയോ വഅമ്മൽ ആഖറു ഫസ്തഹിയല്ലാഹു മിൻഹു, നാണിച്ചുകൊണ്ട് പിന്നിലിരുന്ന വ്യക്തി, ആ വ്യക്തി നാണിച്ചുകൊണ്ട് പിന്നിലിരുന്നത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു അദ്ദേഹത്തെ തൊട്ട് നാണിച്ചു എന്ന്. അല്ലാഹു എന്ത് ചെയ്യും? അവനെ തൊട്ട് അകലും. അതുകൊണ്ട് എത്രത്തോളം നമ്മൾ അടുക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു അടുക്കുമെന്നാണ്. എത്രത്തോളം അകലുന്നുവോ അതിനനുസരിച്ച് അകലുകയും ചെയ്യും.
മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഫഅഅറളല്ലാഹു അൻഹു, അവൻ അള്ളാഹുവിനെ തൊട്ട് പിന്തിരിഞ്ഞു, അള്ളാഹു അവനെ തൊട്ടും പിന്തിരിഞ്ഞു എന്ന്. അതുകൊണ്ട് സദസ്സിൽ ഇരിക്കാതെ പിന്തിരിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ തൊട്ട് പിന്തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും കാണേണ്ടത്. എത്ര ചെറിയ നിമിഷമായാലും അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്തരമായ പ്രതിഫലത്തിന് അർഹമാകുന്ന ഇരുത്തമായിട്ട് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഇരുത്തത്തെ കാണണം എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു ദർസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിഖ്ഹുൽ അസ്മാഇ വൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള കർമ്മശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. അറിവിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അറിവേത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ മഹത്തരമായ നാമങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ തൗഫീഖ് നൽകണം, അവൻ്റെ ജീവിതത്തിൽ തുറവി കൊടുക്കണം, ഐശ്വര്യം കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനെ അറിവ് തേടുന്ന, അറിവ് അന്വേഷിക്കുന്ന വിദ്യാർത്ഥിയാക്കി അവനെ മാറ്റുന്ന. അപ്പൊ അറിവ് നേടുന്നതിൽ വെച്ച് ഒന്നാമതായി അതിൽ പ്രവേശിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അവൻ്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ചുള്ള അറിവുമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അറിവിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ അറിവാണ് നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യുന്നത്. അവിടെ ആദ്യമായി നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, അള്ളാഹുവിൻ്റെ ഒരു 15 പേര് അതല്ലെങ്കിൽ 20 പേരെങ്കിലും കാണാതെ നമുക്ക് ചൊല്ലാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ഒന്ന് വിചിന്തനം ചെയ്യാൻ, നമ്മെക്കുറിച്ച് അള്ളാഹുവുമായി എത്രത്തോളം ബന്ധം നമുക്കുണ്ട്, അള്ളാഹുവുമായി എത്രത്തോളം ഇഷ്ടം നമുക്കുണ്ട്, അടുപ്പം നമുക്കുണ്ട് എന്നതിനെ അറിയിക്കുന്നതാണ് എത്രത്തോളം പേരുകൾ അള്ളാഹുവിനെ കുറിച്ച് നമുക്കറിയാമെന്നത്. ഒരു അള്ളാഹുവിൻ്റെ 20 പേര് അതല്ലെങ്കിൽ 25 പേര് ഇതൊന്നും നമുക്ക് കാണാതെ പറയാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ ജീവിതം അമ്പേ പരാജയമാണ്. കാരണം നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, ഓരോ നിമിഷങ്ങളിലും നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഒരുക്കി തരുന്ന ആ റബ്ബിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല എങ്കിൽ പിന്നെ എത്ര വലിയ ഡിഗ്രിയുള്ള, എത്ര വലിയ PhD അവൻ്റെ പേരുകളിലേക്ക് ചേർത്ത് വെച്ചാൽ പോലും അതൊന്നും മതിയാവുകയില്ല എന്നുള്ളതാണ്. കാരണം സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ച് അറിയലാണ് ഏറ്റവും വലിയ അറിവ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ലക്ഷ്യത്തിൽ ഏറ്റവും ഒന്നാമത്തേതായ ലക്ഷ്യമാണ് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും അതിൻ്റെ അർത്ഥസഹിതം, അതിൻ്റെ ആശയസഹിതം പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന ലക്ഷ്യം. 15 പ്രഭാഷകന്മാരുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ പറ്റിയെന്ന് വരാം. അതല്ലെങ്കിൽ 15 കളിക്കാരുടെ പേര്, അതുമല്ലെങ്കിൽ 15 യൂട്യൂബേഴ്സിൻ്റെ പേര്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ അള്ളാഹുവിൻ്റെ പേരിനെ കുറിച്ചും നമ്മുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരും അവർ പഠിക്കുന്നതും ഒക്കെ നമുക്ക് പറയാൻ പറ്റി എന്ന് വരാം. അതേ സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുന്നിടത്ത് പല ആളുകൾക്കും ആ ചോദ്യത്തിന് ഉത്തരമില്ല എന്നുള്ളത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നത് അടിസ്ഥാനപരമായ പ്രശ്നമാണ്. അള്ളാഹുവിനെ കുറിച്ച് അജ്ഞരാണ്, അള്ളാഹുവിനെ കുറിച്ച് യാതൊരു അറിവുമില്ല, അള്ളാഹുവിനെ എങ്ങനെയാണോ കാണേണ്ടത് ആ മുറപ്രകാരമല്ല അള്ളാഹുവിനെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും വലിയ അപജയം, ഏറ്റവും വലിയ തോൽവി മുസ്ലിം ഉമ്മത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ആളുകളാണ് അള്ളാഹുവെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവരെ ആരാധിക്കുകയും അവർക്ക് നേർച്ച നേരുകയും അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും എന്നിങ്ങനെ എല്ലാം അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചുകൊണ്ടിരിക്കണം. എന്താണ് അവരല്ലാഹുവല്ലാത്ത അവരെ പോലെയുള്ള അടിമകളിലേക്ക് അവരെ തിരിയാൻ പ്രേരിപ്പിച്ച ഘടകം എന്താ? അള്ളാഹുവിനറിയില്ല, അള്ളാഹുവിനറിയേണ്ട മുറപ്രകാരം അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
മക്കയിലെ മുശ്രിക്കുകൾക്ക് എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവർക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന. എങ്ങനെയാണോ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണോ അള്ളാഹുവിനെ പഠിക്കേണ്ടത്, അത് പ്രകാരം അള്ളാഹുവിനെ പഠിച്ചിട്ടില്ല. ഖുർആൻ മാത്രം മറിച്ച് നോക്കിയാൽ മതി. ഖുർആൻ മാത്രം മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ വ്യക്തമായി അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് ഖുർആനിലാണ്. ആ ഖുർആൻ വളരെ കൃത്യമായി നമ്മൾ മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ ബോധ്യപ്പെടും എന്നതിൽ യാതൊരു പ്രശ്നവുമില്ല, യാതൊരു സംശയവുമില്ല. എന്നാൽ അതേ സമയത്ത് ആ ഖുർആനിനെ അവഗണിക്കുകയും ആ ഖുർആനിൻ്റെ സ്ഥലത്തേക്ക് മറ്റുള്ള ഏടുകൾ, മറ്റുള്ള കിതാബുകൾ ഖുർആനിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരപ്പെടുമ്പോഴാണ് സത്യത്തിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് വളരെ വിദൂരമായ ഒരു ജീവിതം ആളുകൾ ജീവിച്ചു തീർക്കുന്നത് എന്ന്. അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ യഥാവിധം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏകാന്തത എന്ന ഒന്നില്ല എന്ന്. അവൻ്റെ ജീവിതത്തിൽ ഏകാന്തത എന്ന ഒന്നില്ല. കാരണം എപ്പോഴും അവൻ്റെ കൂടെ അവൻ്റെ റബ്ബുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അബൂബക്കറെ നീ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന്. അള്ളാഹു നമ്മുടെ കൂടെ നിത്യവുമുണ്ട് എന്ന ചിന്ത അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും അത് ഏകാന്തതയായി റസൂൽ അത് അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ദുഃഖങ്ങളില്ല, പ്രയാസങ്ങളില്ല, പ്രതിസന്ധികളില്ല, ക്ലേശങ്ങളില്ല, ഒന്നുമില്ല. അവൻ്റെ ജീവിതം സന്തോഷത്തിലാണ്. എപ്പോഴും അവനെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാൻ മാത്രമേ അവന് വകയുണ്ടാകുന്ന. എത്ര പ്രതീക്ഷകൾ അറ്റുപോയി കഴിഞ്ഞാലും, അവനെ ആര് സഹായിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അവൻ്റെ നാട്ടിലെ ആളുകൾ, അവൻ്റെ വീട്ടിലെ ആളുകൾ, കുടുംബം, എല്ലാ ആളുകളും കൈയൊഴിഞ്ഞാലും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൂടെ റബ്ബുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരിക്കലും പ്രതീക്ഷ അറ്റുപോകാത്ത ഒരു കയറാണ് റബ്ബ് എന്ന് പറയുന്ന, അള്ളാഹു എന്ന് പറയുന്ന നമ്മുടെ സൃഷ്ടാവ് എന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെയൊക്കെ വളരെ സ്റ്റേണായി നമുക്ക് പ്രതീക്ഷയോടുകൂടി നിലനിൽക്കാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ. മലകൾക്ക് സമാനമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസം എന്നത്. എന്നാൽ അതിനെക്കുറിച്ചാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ അജ്ഞത എന്നത്. എന്തിനേറെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ അവർക്ക് തന്നെ ആരാധനയിൽ, ഇബാദത്തിൽ യഥാവിധം ആസ്വാദനം അവർക്ക് ലഭിക്കുന്നില്ല. എന്താണ് കാരണം? അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല, അള്ളാഹുവിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. തിന്മകൾ വരുമ്പോൾ, ജീവിതത്തിൽ ഒറ്റക്കാകുന്ന അവസ്ഥ വരുമ്പോൾ തിന്മയിലേക്ക് അവൻ പായുകയാണ്, തിന്മയിലേക്ക് ഓടുന്ന അവസ്ഥയാണ്. അതിൻ്റെ കാരണം എന്താ? അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹു എപ്പോഴും എൻ്റെ കൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഒരിക്കലും അവൻ ഏകാന്തതയിൽ പോലും ആ തിന്മയിലേക്ക് പോവുകയില്ല എന്ന. കാരണം അള്ളാഹുവിനെ കുറിച്ച് അവൻ അറിയാം, വളരെ കൃത്യമായി അള്ളാഹുവിനെ മനസ്സിലാക്കിയ വ്യക്തിയാണ്. ഖുർആൻ പാരായണത്തിന്റെ സന്ദർഭത്തിൽ കൂടുതൽ പാരായണം ചെയ്യാൻ സാധിക്കണില്ല, അതിനോട് വലിയ താല്പര്യമില്ല. എന്താ കാരണം? അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്ന. കാരണം അള്ളാഹുവിൻ്റെ വാക്കുകളാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. ആ വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷിക്കുകയും മനസ്സിന് സമാധാനം അടയുകയും ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ, അത് വായിക്കാൻ പോലും തോന്നുന്നില്ല എങ്കിൽ, അതായത് അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഒരാളുടെ സംസാരം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? ആ വ്യക്തിയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകുമ്പോഴാണ്. അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ കേൾക്കുവാനും അത് വായിക്കുവാനും അത് പഠിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം അത് നന്നേ കുറവാണ് എന്ന്. അത് വളരെ കുറവായതുകൊണ്ടാണ് നമുക്ക് ആ രൂപത്തിൽ ആരാധനകൾ ചെയ്യാൻ സാധിക്കാത്തത്. അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് അതിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം എന്നത് സ്വർഗപ്രവേശനം. സ്വർഗത്തിൽ പ്രവേശിക്കാൻ
ആ നാമങ്ങളിലൂടെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ആരെങ്കിലും ഒരാൾ സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വഴി എന്നത് അള്ളാഹിന്റെ നാമത്തെക്കുറിച്ച് പഠിക്കുക, അവന്റെ വിശേഷണങ്ങളെ കുറിച്ച് പഠിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മൻ 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. 100-ൽ നിന്ന് 1 കുറവ്. ആരെങ്കിലും ഒരാൾ അത് ഇഹ്സാ ചെയ്ത് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ്. അവന്റെ അവസാന സ്ഥലം എന്നത് സ്വർഗമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അള്ളാന്റെ നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗം ലഭിക്കും. അള്ളാന്റെ നാമങ്ങളെ ഇഹ്സാ ചെയ്യണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് ഇഹ്സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു, ഇഹ്സാഉ അൽഫാദിഹ വമദ്ലൂലിഹ വഫഹ്മു മആനിഹ വമദ്ലൂലിഹ ദുആഉഹു ബിഹ. ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥങ്ങളെ ഉൾക്കൊള്ളണം. രണ്ടാമത്തേത് അത് മനഃപ്പാഠമാക്കണം. മൂന്നാമത്തേത് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ നാമത്തോട് ഒരു അടിമ സമീപിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗമാണ് ലഭിക്കുക. അതുകൊണ്ട് ആ 99 നാമങ്ങളും അത് പഠിക്കുകയും അതിൻ്റെ ആശയം സ്വീകരിക്കുകയും അത് വെച്ചുകൊണ്ട് അത് മുഖേന പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വർഗമാണെന്ന്. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടേണ്ടത്. അത് ലഭിക്കാനുള്ള മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സദസ്സ് എന്നുള്ളത് ഇൻഷാ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇത് അള്ളാഹു നമുക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സദസ്സിൽ സത്യത്തിൽ നമ്മൾ സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിലൂടെ ഒരു യാത്ര, അതായത് സമാധാനത്തിലേക്കുള്ള ഒരു യാത്രയാണ്. രണ്ടാമത്തേത് അള്ളാഹുവിനെ മനസ്സിലാക്കുക, അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ അത് 2 രൂപത്തിലാണ്. ഒന്ന് മഅരിഫത്തുൻ ആമ്മ, രണ്ടാമത്തേത് മഅരിഫത്തുൻ ഖാസ്സ. പൊതുവായ അറിവും പ്രത്യേകമായ അറിവും. പൊതുവായ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളും അതിൽ സമന്മാരാണ്. അള്ളാഹു ഉണ്ട് എന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും, നന്മകൾ ചെയ്യുന്നവരും തിന്മകൾ ചെയ്യുന്നവരും തെമ്മാടികളും എല്ലാ ആളുകളും അംഗീകരിക്കുന്ന വിഷയമാണ് അള്ളാഹു ഉണ്ട് എന്ന വിഷയം. എന്നാൽ അതേ സമയത്ത് മഅരിഫത്തുൽ ഖാസ്സ, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രത്യേകമായ അറിവ്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഇതിലേതിലാണ് എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നത് പോലെയാണോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അതല്ല, ഒരു പ്രത്യേകമായ അറിവാണോ നമുക്കുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. പ്രത്യേകമായ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂജിബു റഖാബതഹു വൽ ഹയാഅ മിൻഹു. നമുക്ക് അള്ളാഹുവിനോട് ഹയാ ഉണ്ടാകും. അള്ളാഹുവിനോട് ഹയാ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹു കാണും എന്ന ഒരു പേടി അവനുണ്ടാകുന്നു. അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അവൻ്റെ ഹൃദയം അള്ളാഹുവുമായിട്ടാണ് ബന്ധപ്പെടുക. അവൻ്റെ ഹൃദയം മറ്റൊരു സൃഷ്ടിയോടും ബന്ധപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. എപ്പോഴും അള്ളാഹുവുമായിട്ടാണ് കണക്ഷൻ. എന്ത് പ്രശ്നങ്ങൾ അവനെ ബാധിച്ചു കഴിഞ്ഞാലും ആ പ്രശ്നങ്ങൾ അവൻ തട്ടിക്കുക അള്ളാഹുവിലേക്കാണ്. അങ്ങനെ തട്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ മനസ്സ് ശാന്തി അടയുന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുക, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുക, അമിതമായ പ്രാർത്ഥന, ഒരുപാട് പ്രാർത്ഥിക്കുക. അപ്പം ഇതൊക്കെയാണ് അള്ളാഹുവിനെ പ്രത്യേക രൂപത്തിൽ മനസ്സിലാക്കിയ വ്യക്തികളുടെ അടയാളം. അതുകൊണ്ട് മഅരിഫത്തുൽ ഖാസ്സയിലാണോ നമ്മളുള്ളത്, അതല്ല മഅരിഫത്തുൽ ആമ്മയിലാണോ? പൊതുവായ ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അതിലുപരി അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണോ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെയൊന്നും ഉൾക്കൊള്ളാതെയാണ് അവൻ ജീവിക്കുന്നത് എങ്കിൽ ആ അറിവിൽ യാതൊരു കാര്യമില്ല. ഒരാൾ അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നു, എന്നാൽ അതേ സമയത്ത് എല്ലാ തോന്നിവാസവും അവൻ്റെ ജീവിതത്തിൽ ചെയ്യാണ്. കച്ചവടത്തിൽ ആളുകളെ വഞ്ചിക്കുകയാണ്, സ്വന്തം ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്യുകയാണ്, ആളുകളെ ആക്രമിക്കുന്നു എന്നിങ്ങനെ പല തിന്മകളിലും ഏർപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊതുവായ അറിവാണ്. എല്ലാ ആളുകളും അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ അവനും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അതിലുപരി അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണോ അതിനെ തുടർന്ന് ഉണ്ടാകേണ്ടത് അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ അറിവായി മാറുക.
ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് വലൈസത് ഹാജത്തുൽ അർവാഹി ഖത്തു ഇലാ ഷൈഇൻ അഅ്ളമു മിൻഹാ ഇലാ മഅരിഫതി ബാരിഹാ വഫാത്തിരിഹാ. ഓരോ മനുഷ്യന്റെയും റൂഹ്, ആത്മാവ് തേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് സൃഷ്ടാവിനെ അറിയാന്നുള്ളതാണ്. ആരാണോ അവനെ സൃഷ്ടിച്ചത് അവനെ കുറിച്ച് അറിയുക എന്നതാണ് ഏതൊരു ഹൃദയവും തേടിക്കൊണ്ടിരിക്കുന്നത്. വലാ സബീല ഇലാ ഹാദാ ഇല്ലാ ബിമഅരിഫതി ഔസാഫിഹി വഅസ്മാഇഹി. എന്നാൽ അല്ലാഹുവിനെ എങ്ങനെയാണ് അറിയാം? അല്ലാഹുവിനെ അറിയുന്നത് അവന്റെ വിശേഷണങ്ങളിലൂടെയാണ്, അവന്റെ നാമങ്ങളിലൂടെയാണ് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുക. ഫകുല്ലമാ കാനൽ അബ്ദു ബിഹാ അഅലം കാന ബില്ലാഹി അഅറഫ്. എത്രത്തോളം അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അറിയുന്നുവോ അതിനനുസരിച്ച് അല്ലാഹുവിനെ കുറിച്ച് അവൻ അറിവുണ്ടാകും. വലഹു അത്ലബ്, അവൻ അല്ലാഹുവിനോടായിരിക്കും കൂടുതൽ ആവശ്യപ്പെടുക. വ ഇലൈഹി അഖറബ്, അല്ലാഹുവിലേക്കായിരിക്കും അവന്റെ കൂടുതൽ അടുപ്പവും. വകുല്ലമാ കാന ലഹാ അൻകർ കാന ബില്ലാഹി അജ്ഹൽ. എന്നാൽ അല്ലാഹുവിന്റെ നാമങ്ങൾ അറിയില്ല, വിശേഷണങ്ങൾ അറിയില്ല, അത് നിഷേധിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അങ്ങനെയൊക്കെ നിഷേധിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അജ്ഞരായിരിക്കുമെന്ന്, അള്ളാഹിനെ കുറിച്ച് യാതൊരു അറിവുണ്ടാവില്ല, അള്ളാഹുവിനെ വെറുക്കുന്നവരായിരിക്കും, അള്ളാഹുവിൽ നിന്ന് വിദൂരമായി നിലകൊള്ളുന്ന ആളുകളായിരിക്കും. വല്ലാഹു യുൻസിലുൽ അബ്ദ മിൻ നഫ്സിഹി ഹൈതു യുൻസിലുൽ അബ്ദു മിൻ നഫ്സിഹി. നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം സ്ഥാനമാണോ അള്ളാഹുവിനുള്ളത് അതേ സ്ഥാനം അള്ളാഹുവിനും നമ്മോടുണ്ടാകുന്ന. എന്നാൽ നമ്മൾ അള്ളാഹുവിനോടുള്ള സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇറക്കി വെച്ചാലോ അള്ളാഹു നമ്മുടെ സ്ഥാനം ഇറക്കി വെക്കും എന്നുള്ളതാണ്. ഫസ്സൈറു ഇലല്ലാഹി മിൻ ത്വരീഖിൽ അസ്മാഇ വസ്സിഫാത്ത് ശഅ്നുഹു അജബുൻ വഫത്ഹുഹു അജബുൻ സ്വാഹിബുഹു ഖദ് സീഖത് ലഹു സ്സആദ വഹുവ മുസ്തൽഖിൻ അലാ ഫിറാശിഹി ഗൈറ തഅബിൻ. എന്നാൽ ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ യാത്ര പോവുകയാണെങ്കിൽ, സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ കാര്യം അത്ഭുതമാണ്. അവന്റെ ജീവിതത്തിൽ ഒരുപാട് തുറവിയുണ്ടാകും, അവന് സൗഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, അവനവന്റെ വീട്ടിൽ തന്നെ കിടക്കുന്നവനാണെങ്കിലും ശരി എന്നുള്ളത്. അതായത് ഒരിക്കലും അള്ളാഹുവിനെ മനസ്സിലാക്കാതെ, അള്ളാഹുവിനെ ഉൾക്കൊള്ളാതെ നമുക്ക് ഇബാദത്തുകൾ പൂർണ്ണാർത്ഥത്തിൽ ചെയ്യാൻ സാധിക്കൂല എന്നുള്ളതാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ ആർക്കാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് എന്നറിയുമ്പോഴാണ് ആ ഇബാദത്തിന് സൗന്ദര്യം കൂടുക. എന്നാൽ അതേ സമയത്ത് അറിയില്ലെങ്കിൽ ആ ഇബാദത്തിന് ഖൗഫ് ഉണ്ടാവൂല, അതിലേക്ക് പേടി എന്നത് വന്നു ചേരൂല, മഹബത്ത് എന്നത് വന്നു ചേരൂല, പ്രതീക്ഷ എന്നത് വന്നു ചേരൂല, ഒന്നും വന്നു ചേരൂല. കാരണം എന്തില്ല? അള്ളാഹിനെ കുറിച്ച് അറിയില്ല. എന്നാ ഞാൻ അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്യുന്നത്, എല്ലാം അറിയുന്നവനാണ്, എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, എൻ്റെ നിസ്കാരത്തിന്റെ ഓരോ ചലനങ്ങളും അള്ളാഹു ഒപ്പിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കി ഒരു വ്യക്തി നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ നിസ്കാരത്തിന്റെ ഭൂരിഭാഗം സമയവും വളരെ കൃത്യമായിരിക്കും അവനവന്റെ നിസ്കാരം നിർവഹിക്കുക. അതേസമയത്ത് അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലായ്മയിലാണ് ജീവിക്കുന്നതെങ്കിൽ അവന്റെ ഇബാദത്തെല്ലാം ഹറാബാണ്, അവന്റെ എല്ലാ ഇബാദത്തും അവന് ഭാരമായി തോന്നുന്ന അവസ്ഥ ഉണ്ടാകുന്ന ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യമോ അഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. ഇബാദത്തിന് വേണ്ടിയിട്ടാണ് ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത്. ആ ഇബാദത്തുകൾ ശരിയാവണ്ണം ചെയ്യാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിനെ തിരിച്ചറിയേണ്ടതുപോലെ നമ്മൾ തിരിച്ചറിയണം. എങ്കിലാണ് ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ഇബാദത്തുകൾ സാധിക്കുക. മൂന്നാമത്തേത് ദീനിന്റെ അടിസ്ഥാനമാണ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. ദീനിന്റെ അടിത്തറയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും ഉൾക്കൊള്ളുക എന്നുള്ളത്. അൽ അസ്ലു, അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അടിസ്ഥാനം? ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാ ബുനിയ അലൈഹി ഗൈറുഹു, മറ്റൊന്ന് അതിൻ്റെ മേലാണ് എന്ത് ചെയ്യുക? പണിയപ്പെടുക, അതിൻ്റെ മുകളിലാണ് മറ്റൊന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് അടിസ്ഥാനം. അതായത് എത്രത്തോളം ഒരാളുടെ അടിസ്ഥാനം ഉറക്കുന്നുവോ അതിനനുസരിച്ച് മുകളിലുള്ളത് ഉറക്കുന്നതാണ്. അള്ളാഹുവിലുള്ള ഈമാൻ, അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള ഈമാൻ എത്രത്തോളം ദൃഢമാകുന്നുവോ അതിനനുസരിച്ച് അതിൻ്റെ ശിഖിരങ്ങളും വർദ്ധിക്കും, അവൻ്റെ ഇബാദത്തുകളിൽ വർധനമുണ്ടാകും, അവൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത മേഖലകളിൽ അനുഗ്രഹം ഉണ്ടാകും. എങ്ങനെ? അടിസ്ഥാനം നന്നാകണം എന്നുള്ളതാണ്. എന്നാൽ അടിസ്ഥാനം എത്രത്തോളം മോശമാകുന്നുവോ അതിനനുസരിച്ച് അവൻ്റെ ഇബാദത്തുകൾ മോശമാണ്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഇബാദത്തിൽ ശ്രദ്ധയില്ല, കണിശതയില്ല, അലസതയുണ്ട് എങ്കിൽ സ്വാഭാവികമായി നമ്മുടെ അടിസ്ഥാനത്തിൽ ഒന്നുണ്ട്,
പിഴവുണ്ട്, നമ്മുടെ അടിസ്ഥാനവും ശരിയല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഫൽആരിഫു ഹിമ്മത്തുഹു തസ്ഹീഹുൽ അസാസി വ ഇഹ്കാമിഹി, തസ്ഹീഹുൽ അസാസി വ ഇഹ്കാമുഹു. അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾ, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി, അവൻ്റെ ജീവിതത്തിലെ ലക്ഷ്യമായി കാണുന്നത് അടിസ്ഥാനത്തെ നന്നാക്കാനാണ്. അവൻ പരിശ്രമിക്കാനാണ്. അവൻ്റെ ഇബാദത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവൻ ഏതാണ് ശരിപ്പെടുത്തുക? അടിസ്ഥാനം. അള്ളാഹുവിനെ കുറിച്ച് അവൻ പഠിക്കും, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ കുറിച്ച് അവൻ പഠിക്കും. എന്നാൽ ജാഹിലായ വ്യക്തി, അറിവില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ച് അവൻ പഠിക്കുകയല്ല ചെയ്യുക. മറിച്ച് അവൻ്റെ അടിസ്ഥാനം മോശമായിരിക്കും, അവൻ്റെ അടിസ്ഥാനം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടാകും. എന്നിട്ട് ആ അടിസ്ഥാനത്തിൻ്റെ മേലാണ് എന്ത് ചെയ്യുക? ഇബാദത്തുകൾ ചെയ്യാൻ പരിശ്രമിക്കുക എന്നാണ്. അവിടെയാണ് സൂറത്തു തൗബയിലെ 109-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വാ മിനല്ലാഹി വറിദ്വാനിൻ ഖൈറുൻ. ഒരു വ്യക്തി, ആ വ്യക്തി അവൻ്റെ ഈമാൻ അത് പണിയുന്നത് ദൃഢമായ തഖ്വയുടെ മേലാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ മുകളിലാണെങ്കിൽ അതാണ് ഏറ്റവും ഖൈർ എന്ന്. എന്നാൽ ചില ആളുകൾ അവരുടെ ഈമാൻ, അവർ ആ ഈമാൻ കെട്ടിപ്പടുക്കുന്നത് അത് വളരെ ലോലമായ ഒരടിസ്ഥാനവുമില്ലാത്ത ഒരു ബേസിന്മേലാണ്, ഒരു അടിത്തറയുടെ മേലാണ് ചില ആളുകൾ അവരുടെ ഈമാൻ പണിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാദത്തുകളിലും മറ്റുമെല്ലാം പ്രശ്നമുണ്ട് എങ്കിൽ നമ്മൾ അടിസ്ഥാനമാണ് നന്നാക്കാൻ പരിശ്രമിക്കേണ്ടതെന്ന്. അതുകൊണ്ട് തൗഹീദാണ് അടിസ്ഥാനം. തൗഹീദ് വിഭജിക്കുന്നിടത്ത് ഉലമാക്കൾ 2 രൂപത്തിലാണ് തൗഹീദ് വിഭജിച്ചിട്ടുള്ളത്. ഒന്ന്, തൗഹീദ് 3 ഇനം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതേസമയത്ത് തൗഹീദ് 2 ഇനമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഏറ്റവും അവസാനം അത് എത്തിപ്പെടുക തൗഹീദ് 3 എന്ന നിലക്ക് തന്നെയാണ്. അതിൽ ഒന്നാമത്തേത് അൽ മഅരിഫത്തു ബില്ലാഹി വ അംരിഹി വ അസ്മാഇഹി വ സിഫാത്തിഹി. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അറിയാം, അവൻ്റെ പേരുകൾ അറിയുക, അവൻ്റെ ഇസ്മുകൾ അറിയുക, അവൻ്റെ സിഫാത്തുകൾ അറിയുക. അറിയുക എന്നതാണ് തൗഹീദ് കൊണ്ട് ഒന്നാമത്തെ ഉദ്ദേശം. തൗഹീദ് അറിയുക, പ്രവർത്തിക്കലല്ല, അറിയലാണ്. അള്ളാഹു ഉണ്ട് എന്നത്, അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നത്, അള്ളാഹുവാണ് റാസിഖ് എന്നത്, ഇതൊക്കെ തിരിച്ചറിയുക എന്നതാണ് ഒന്നാമത്തെ തൗഹീദ്. തൗഹീദുൽ അസ്മാഇ വ സിഫാത്ത്, നാമഗുണവിശേഷണങ്ങളിലുള്ള തൗഹീദും അത് തന്നെയാണ്. അള്ളാഹിന്റെ നാമങ്ങൾ സ്ഥിരപ്പെടുത്തുക, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ സ്ഥിരപ്പെടുത്തുക, അതിനെ വ്യാഖ്യാനിക്കാതിരിക്കുക, അതിൻ്റെ അർത്ഥം അറിയില്ല എന്ന് പറയാതിരിക്കുക, അതിനെ നിഷേധിക്കാതിരിക്കുക. രണ്ടാമത്തെ തൗഹീദ് എന്നത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരേണ്ട തൗഹീദാണ്. തൗഹീദുൽ ഇബാദ, ഇബാദത്തിലുള്ള തൗഹീദാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്, അതായത് വ്യക്തമാക്കി പറയുകയാണെങ്കിൽ സമസ്തക്കാർക്ക് പിഴച്ചത് തൗഹീദുൽ ഇബാദത്തിലാണ്. ഏതിലല്ല? തൗഹീദുൽ ഇൽമിലല്ല അവർക്ക് പിഴവ് സംഭവിച്ചത്, മറിച്ച് തൗഹീദുൽ ഇബാദയിലാണ് ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾക്കും പിഴവ് സംഭവിച്ചിട്ടുള്ളത്. ഇബാദത്ത് ആർക്കാ ചെയ്യുന്നത്? അല്ലാത്ത ആളുകൾക്കാണ് അവർ ഇബാദത്തുകൾ സമർപ്പിക്കുന്നത്. അല്ലാത്ത ആളുകൾക്ക് അവർ ഇബാദത്ത് സമർപ്പിക്കുന്നു. അതേസമയത്ത് സൃഷ്ടാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം അല്ലാഹുവാണ്. റാസിഖ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഉത്തരം അല്ലാഹുവാണ്. പക്ഷേ കാലക്രമേണ അവർക്ക് എന്തും സംഭവിച്ചിട്ടുണ്ട്? തൗഹീദുൽ ഇൽമിലും പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഏതിൽ മാത്രമല്ല, തൗഹീദുൽ ഇബാദയിൽ മാത്രമല്ല അവർക്ക് പിഴവ് സംഭവിച്ചത്. അല്ലാത്തവരെ ആരാധിക്കുന്നുണ്ട്, അതോടൊപ്പം എന്തും പറയുന്നു? നിയന്ത്രിക്കുന്നത്, ഭൂമി നിയന്ത്രിക്കുന്നത്, ലോകം നിയന്ത്രിക്കുന്നത് അത് സിയമാണ് എന്നൊരു വിഭാഗം പറയുന്നു. അവിടെ അവർക്ക് പിഴവ് സംഭവിക്കുന്നത് റുബൂബിയത്തിലെ തൗഹീദിലാണ്. റുബൂബിയത്തിലെ തൗഹീദിലാണ് അവർക്ക് പിഴവ് സംഭവിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും, തൗഹീദിന്റെ എല്ലാ ഭാഗത്തിലും അവർക്ക് പിഴവുണ്ട്. തൗഹീദിന്റെ നാനാഭാഗങ്ങളിൽ റുബൂബിയത്തിൽ പിഴവുണ്ട്, അസ്മാഉ സിഫാത്തിൽ പിഴവുണ്ട്, ഉലൂഹിയത്തിലും അവർക്ക് പിഴവുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തൗഹീദ് എന്ന് മനസ്സിലാക്കുമ്പോൾ 2 തലങ്ങളാണ്. ഒന്ന് അറിവിന്റെ തലവും, 2 ഇബാദത്തിന്റെ തലവും. സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അറിവിന്റെ തലത്തിനാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ, പിഴച്ചു പോയ ആളുകൾ അവരുടെ കൂട്ടത്തിൽ പറയുന്നത്, ഒരുപാട് അള്ളാഹുവിനെ മനസ്സിലാക്കി അവസാനം എവിടെത്തും? അവസാനം ആരായി മാറും? ഞാനും അല്ല, നീയും അല്ല, നമ്മളെല്ലാവരും അള്ളാഹു എന്നൊരവസ്ഥയിലേക്ക് അവരെത്തിപ്പെടാറുണ്ട്. എന്നിട്ട് അവരെന്താ പറയുന്നത്? ഇനി എന്തിൻ്റെ ആവശ്യമില്ല, ഇബാദത്തിന്റെ ആവശ്യങ്ങളൊന്നുമില്ല എന്നവർ പറയും. അവിടെ നമ്മൾ പറഞ്ഞ തൗഹീദുൽ ഇബാദ അപ്പോഴും എന്താണ്? അവിടെ പ്രശ്നമാണ്. ഇബാദത്തിന്റെ തൗഹീദ്
അവർക്ക് അവിടെയും പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ എഴുതി വെച്ചതാണ്. അവരുടെ കൂട്ടത്തിൽ വെച്ചിട്ടുള്ള അറിവുള്ള ഒരാൾ എഴുതിയത് സാധാരണക്കാരന്റെ തൗഹീദാണ്, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പറ്റൂ എന്നുള്ളത് സാധാരണക്കാരന്റെ തൗഹീദാണ്. അതേ സമയത്ത് തൗഹീദ് അത്യാവശ്യം ഉന്നതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെന്തില്ല, ഇബാദത്തില്ല എന്ന്, പിന്നെ അവർക്ക് തക്ലീഫില്ല, അള്ളാഹു പറഞ്ഞതൊന്നും പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വരെ പറഞ്ഞു വെച്ച ആളുകളുണ്ട്. ചുരുക്കി പറഞ്ഞത്, ഖുർആൻ മൊത്തം അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് തന്നെയാണ് നാമഗുണ വിശേഷണങ്ങളുടെ പ്രാധാന്യം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, വൽ ഖുർആനു ഫീഹി ദിക്റു അസ്മാഇല്ല, ഖുർആനിൽ അള്ളാഹുവിന്റെ നാമത്തെ കുറിച്ച് പറയുന്നുണ്ട്, വസിഫാത്തിഹി അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്, വഅഫ്ആലിഹി അള്ളാഹുവിന്റെ അഫ്ആലുകളെ കുറിച്ച് പറയുന്നുണ്ട്, പ്രവർത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അക്സറു മിമ്മാ ഫീഹി ദിക്റുൽ അക്ൽ, തിന്നുന്നതിനെ കുറിച്ച് പറഞ്ഞതിനേക്കാളും കൂടുതൽ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ചാണ്. ഓരോ ആയത്തുകളും അവസാനിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയ, ഫഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ഗഫൂറുർ റഹീം, ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹകീം. അധിക ആയത്തുകളും അവസാനിക്കുന്നത് അള്ളാഹിന്റെ നാമങ്ങളും വിശേഷണങ്ങളും പറഞ്ഞുകൊണ്ടാണ്. അതാണ് അള്ളാഹിന്റെ നാമങ്ങളും വിശേഷണങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ പ്രാധാന്യം. ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണ്? ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ആളമു ആയ ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിയിലുള്ളത് എന്താണ്? ആഖിറത്തിനെ കുറിച്ചാണ് ആയത്തുൽ കുർസിയിലെ ചർച്ച അല്ല, പിന്നെന്തിനെ കുറിച്ചാണ് ചർച്ച? അള്ളാഹിന്റെ നാമങ്ങളെ കുറിച്ചും വിശേഷണങ്ങളെ കുറിച്ചും. അതുകൊണ്ടാണ് ആ ആയത്ത് ഏറ്റവും ഉന്നതമായ ആയത്തായി മാറിയത് എന്ന്. അതേ സന്ദർഭത്തിൽ അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒന്നാണ്, ഏറ്റവും അഫ്ളലായ അഅ്ളമു സൂറ, ഏറ്റവും ഉന്നതമായ സൂറത്ത് ഏതാണ്? സൂറത്തുൽ, ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്, സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നഹു ലം യൻസിൽ ഫിത് തൗറാത്തി വലൽ ഇൻജീലി വലാ ഫിസ് സബൂർ വലാ ഫിൽ ഖുർആനി മിസ്ലിഹാ വഹിയ സബ്ഉൽ മസാനി. തൗറാത്തിൽ ഇറങ്ങിയിട്ടില്ല, ഇൻജീലിൽ ഇറങ്ങിയിട്ടില്ല, സബൂറിൽ ഇറങ്ങിയിട്ടില്ല. ഏതുപോലെ? അസ്സബ്ഉൽ മസാനി, 7 ആയത്തുകൾ പോലെ. അതായത് സൂറത്തുൽ ഫാത്തിഹയാണ് അവിടെ ഉദ്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഖുർആനുൽ അലീം അല്ലദീ ഊതീതുഹു. ആ ഫാത്തിഹയിൽ എന്താ ഉള്ളത്? അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളുമാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അധികവും അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ എന്നത് ഇസ്ലാമിന്റെ അടിത്തറയാണ്, അത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്, അത് ഇസ്ലാമിന്റെ സ്തംഭമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് പൂർണ്ണമായും പഠിച്ചെടുക്കണം. 4-മത്തെ ഇത് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്നത് പ്രവാചകന്മാരുടെ പ്രബോധനം, അത് ഈ പറയുന്ന അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ അലങ്കരിക്കപ്പെടുന്നതാണ്. അള്ളാഹിൻ്റെ നാമഗുണ വിശേഷണങ്ങളാണ് പ്രവാചകന്മാർ പ്രബോധനം ചെയ്തതെന്ന്. പ്രവാചകന്മാരുടെ പ്രബോധനം 3 രൂപത്തിലായിരുന്നു. 3 കാര്യങ്ങളാണ് അവർ പ്രബോധനം ചെയ്തത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് അദ്ദഅവതു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. രണ്ടാമത്തേതോ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക. മൂന്നാമത്തേത് അള്ളാഹുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരുടെയും അവസ്ഥ എന്ത് എന്നുള്ളത്. 3 അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്. 1 അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, 2 അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ, 3 അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവരുടെയും അവസ്ഥ. എല്ലാം അള്ളാഹുവുമായി ബന്ധപ്പെട്ടതായിരുന്നു പ്രവാചകന്മാരുടെ പ്രബോധനം. അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം ഇന്ന ഫീ ദാലിക ലറഹ്മ വദിക്റാ ലിഖൗമിൻ യുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് അവർക്ക് വിശുദ്ധ ഖുർആൻ മതിയായതല്ലേ എന്ന്. പാരായണം ചെയ്യപ്പെടാൻ അവർക്ക് വിശുദ്ധ ഖുർആൻ മതിയായതല്ലേ? അതിൽ തന്നെ എന്തുണ്ട്? അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഒരു ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ആവർത്തിച്ച് വായിക്കും തോറും അവൻ്റെ ഈമാനിൽ വർധനമുണ്ടാകും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഖുർആനാണ് പാരായണം ചെയ്യുന്നത്, രണ്ടാമത്തേത് അതിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. 4-മത്തെ പ്രത്യേകത, അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന 4-മത്തെ പ്രത്യേകത, ഇന്ന ഫിദ്ദുനിയ ജന്ന മൻ ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ദുനിയാവിൽ ഒരു സ്വർഗ്ഗമുണ്ട്,
ആ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ മാത്രമേ എവിടെ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ? ആഖിറത്തിലെ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ എന്നാണ്. ദുനിയാവിലെ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിനെ മനസ്സിലാക്കലാണ്. അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയലാണ് ദുനിയാവിലെ സ്വർഗം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുന്നതിന് മുമ്പ് ചരിത്രം ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുന്നത് എന്താ? ഇബ്രാഹിം നബി വളരെ സമാധാനത്തിലാണ് അരംഗം. ഒരു പേടിയും ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. ആ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. അതിനുശേഷം ആളുകളൊക്കെ നോക്കുകയാണ്. ഇബ്രാഹിം നബി എന്ത് ചെയ്യുന്നില്ല? അവിടെ ഒരു നിലക്കും ആ തീ ഇബ്രാഹിം നബിയെ ബാധിക്കണില്ല. ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ ഉപ്പ പോലും പറയുന്നുണ്ട്, റബ്ബു ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബ് എത്ര ഉന്നതനായ റബ്ബാണ് എന്ന് അവിശ്വാസിയായ ഉപ്പ പോലും പറഞ്ഞു എന്ന. പ്രവാചകന്മാരുടെ ഓരോ സന്ദർഭവും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ റസൂൽ തരണം ചെയ്യുന്നത് അള്ളാഹുവിലൂടെയാണ്. അള്ളാഹുവിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനം കണ്ടെത്തുന്നത്. റസൂലിന്റെ അവസ്ഥകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എങ്ങനെയാണ് റസൂല് അത്രയും പ്രയാസങ്ങൾ സഹിച്ചത് എന്ന് തോന്നിപ്പോകും. അങ്ങനെയാണ് റസൂലിന്റെ ചരിത്രം നീങ്ങുന്നത്. റസൂലിന്റെ ഉപ്പ മരണപ്പെടുന്നു, കുറച്ച് കഴിയുമ്പോൾ ഉമ്മയും മരണപ്പെടുന്നു, കുറച്ച് കഴിയുമ്പോൾ റസൂലിന്റെ ഭാര്യ മരണപ്പെടുന്നു. ഇങ്ങനെ ഓരോ ആളുകളും റസൂലിന്റെ ജീവിതത്തിൽ വേർപെട്ട് അവസാനം റസൂലിന്റെ മക്കളടക്കം എന്ത് ചെയ്യുന്നുണ്ട്? വേർപെട്ട് പോകുന്നുണ്ട്. എല്ലാം വേർപെട്ട് പോകാൻ. പക്ഷെ അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ ഒരു നിലക്കും ചെയ്തിട്ടില്ല, ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനൊക്കെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു എന്ന്. അതുകൊണ്ട് ഏകാന്തതയിൽ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിലെ നമ്മുടെ കൂട്ടുകാരനാണ് തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെയുള്ള ഒരു സമാധാനമാണ് തൗഹീദ്. അതോടൊപ്പം തന്നെ പരീക്ഷണങ്ങളിലെ ക്ഷമയാണ് തൗഹീദ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ആ തൗഹീദ് കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാകുക. മറ്റത് നമ്മൾ തൗഹീദുള്ള ആളുകളാണ് എന്ന് പറയുന്നു, അതേ സമയത്ത് ആ തൗഹീദ് പ്രതിസന്ധിയിലോ പ്രയാസങ്ങളിലോ പരീക്ഷണങ്ങളുടെ സന്ദർഭത്തിലോ എവിടെയും ആ തൗഹീദ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ആ തൗഹീദ് കൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് ശമനമേകുന്നതും നമ്മുടെ ഹൃദയത്തിന് ജീവൻ നൽകുന്നതും അത് തൗഹീദാണ്, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞു വെച്ചത്, ഒരാൾക്ക് അള്ളാഹുവിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല എന്ന്. ഒരാൾക്ക് അള്ളാഹുവിനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല, മനസ്സിലാക്കേണ്ടത് പോലും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം കാര്യമില്ല. അവർ നിന്യനായിട്ടായിരിക്കും ദുനിയാവിൽ ജീവിക്കുക. ഒരു പ്രതാപവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന രംഗം ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹമാണെങ്കിൽ ഒരു കുറുകിയ മനുഷ്യനാണ്. അദ്ദേഹം റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. കാവൽക്കാർ പറയുന്നു ആയുധവുമായിട്ട് അദ്ദേഹം പറ്റൂല, കൊട്ടാരത്തിലേക്ക് കയറാൻ പറ്റൂല എന്ന് പറയും. അപ്പൊ അദ്ദേഹം പറയും, നിങ്ങളാണ് എന്നെ ക്ഷണിച്ചത്, എൻ്റെ സന്ദേശം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ ഇതേ അവസ്ഥയിലെ ഞാൻ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള കാവൽക്കാർക്ക് മനസ്സിലായി ഇദ്ദേഹം നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ കൊട്ടാരത്തിലേക്ക് കയറിയിട്ട് അവിടെയുള്ള രാജാവിനോട് അദ്ദേഹം സംസാരിക്കുന്ന സംസാരം പ്രതാപത്തിന്റെ സംസാരം. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇവിടെ വന്നത് അടിമകളെ ആരാധിക്കുന്ന ആളുകളെ ഉടമയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്, യഥാർത്ഥ ആരാധ്യനിലേക്ക് അവരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് 3 ദിവസം ഞാൻ സമയം തരും. അതിനു മുമ്പ് നിങ്ങൾ തൗഹീദ് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ യുദ്ധത്തിനാണ് പോവുക എന്ന് ധൈര്യസമേതം കൊട്ടാരത്തിൽ എല്ലാ ആളുകളും സജ്ജമായി കൊട്ടാരത്തിലുണ്ട്. ആ സമയത്താണ് ഒറ്റയ്ക്ക് വന്നുകൊണ്ട് ഈ വർത്തമാനം റിബീഉ ഇബ്നു ആമിർ പറഞ്ഞത് എന്ന്. അങ്ങനെ റിബീഉ ഇബ്നു ആമിർ ആ കൊട്ടാരത്തിൽ ആ സംഭാഷണം നടന്നതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ അവിടെയുള്ള രാജാവ് അദ്ദേഹത്തിന്റെ അടുത്തുള്ള മന്ത്രിമാരോട് പറഞ്ഞു എന്നാണ്, എന്തൊരു സംസാരമാണ്, അദ്ദേഹത്തിന്റെ സംസാര വൈഭവം നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് മന്ത്രിമാർ പേടിച്ചു. കാരണം ഇദ്ദേഹത്തിനോട് നമ്മൾ ചേർന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തോട് യോജിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്യും
മുസ്ലിമായി മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് മന്ത്രിമാർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സംസാരമല്ല, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലേക്ക് നോക്കുന്നില്ലേ, അദ്ദേഹത്തിൻ്റെ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രമാണ്, കൃത്യമായി മറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞെന്ത് ചെയ്തു, അദ്ദേഹത്തെ ചെറുതാക്കി. ആ സമയത്ത് രാജാവ് വീണ്ടും തിരുത്തി കൊടുത്തു. അറബികൾ അവരുടെ വസ്ത്രത്തിനല്ല പ്രാധാന്യം കൊടുക്കാറുള്ളത്, അവരുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇന്നമൽ മർഉ ബി അസ്ഗറിഹി, ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അളക്കപ്പെടുക രണ്ട് കാര്യത്തിലാണ്. ഒന്ന് അവന്റെ കൽബാണ്, മറ്റൊന്ന് അവന്റെ ലിസാനാണ്. റബീഉ ഇബ്നു ആമിറിന് ആ രൂപത്തിൽ പറയാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള തൗഹീദാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു ആ രൂപത്തിൽ ആ രാജാവിനോട് പറയാൻ പ്രേരിപ്പിച്ചത്. ആ സമയത്ത് രാജാവ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, 3 ദിവസം കൂടിക്കഴിഞ്ഞാൽ അതിന് കൂടുതൽ സമയം നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. രാജാവ് അങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിനെ തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ വലിയ ഫത്ഹ് ഉണ്ടാകും, വളരെ വലിയ തുറവി നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. നമ്മുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ഈമാൻ കുറയുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. കാരണം അടിസ്ഥാനം നമ്മൾ എപ്പോഴും നന്നാക്കിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അള്ളാഹിന്റെ നാമങ്ങൾ പഠിക്കുന്നതിന്റെ 5ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദുആ സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണമാണ് അള്ളാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രാവിലത്തെ പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. അവിടെ ആ ഹദീസിൽ ആദ്യമായി പ്രയോഗിച്ചത് അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം എന്ന അള്ളാഹുവിന്റെ നാമം വെച്ചുകൊണ്ടാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന തവക്കുലിന്റെ ഏറ്റവും അറ്റം. അത് എന്താണ് തൗഫീഖ് ഇല്ലായ്മ എന്നതിനുള്ള മറുപടിയാണ് ആ പ്രാർത്ഥന. തൗഫീഖ് ഇല്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻ യകിലകല്ലാഹു ഇലാ നഫ്സിക്, അള്ളാഹു നിന്റെ നഫ്സിലേക്ക് ഏൽപ്പിക്കലാണ് തൗഫീഖ് ഇല്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ തൗഫീഖ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് തൗഫീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അലാ തകിൽനി ഇലാ നഫ്സി, എൻ്റെ നഫ്സിനെ എന്നിലേക്ക് എന്ത് ചെയ്യരുത് റബ്ബേ, നീ ഏൽപ്പിക്കരുതെന്നാണ്. എത്ര സമയം ഏൽപ്പിക്കരുതെന്നാണ് പറഞ്ഞത്? ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതെന്നാണ്. കഴിഞ്ഞു. അള്ളാഹു നമ്മിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാലും അതിലൊക്കെ പരാജയമായിരിക്കും. അതുകൊണ്ട് ഇവിടെ നടക്കുന്നത് അനുവദനീയമായ തവസ്സുലിന്റെ ഒരു ഭാഗമാണെന്ത്, അള്ളാന്റെ നാമഗുണവിശേഷണങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നത്. തവസ്സുൽ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പൊതുവെ മനസ്സിലാക്കിയ ഒരു തവസ്സുലാണ് ഇബാദത്തുകൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, തവസ്സുൽ ചെയ്യാം. ഇബാദത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ ആ തവസ്സുലിന്റെ വിഷയത്തിൽ നമ്മൾ വളരെ അശ്രദ്ധരായ ഒരു മേഖല ഉണ്ട്. അതായത് ഇബാദത്തുകൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഏതെങ്കിലും ഇബാദത്ത് വെച്ചുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ ഏത് ഇബാദത്ത് അധികം വെക്കുക? രഹസ്യമായി ചെയ്ത പല ഇബാദത്തുകളും വെക്കും. എന്നാൽ അവിടെ നമ്മൾ അശ്രദ്ധമായി പോയ ഏറ്റവും വലിയൊരു ഇബാദത്തുണ്ട്. ഏറ്റവും വലിയ ഇബാദത്ത് ഏതാ? നിസ്കാരം, പിന്നെ നോമ്പ്, ദഅവത്ത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ ഇബാദത്ത് തൗഹീദാണ്. അതായത് റബ്ബെ 20 വർഷം ഞാൻ തൗഹീദ് അനുസരിച്ച് ജീവിച്ചിട്ടുണ്ട്, ഞാൻ മുവഹിദായി നിന്നെ മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ റബ്ബെ, ഒരാളും എന്ത് ചെയ്തിട്ടില്ല, ഞാൻ പങ്കു ചേർത്തിട്ടില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, എനിക്കെൻ്റെ ഇന്ന കാര്യം നടപ്പിലാക്കി തരണം എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അതാണ് ആ അളമു തവസ്സുൽ, ഏറ്റവും വലിയ തവസ്സുൽ എന്നുള്ളത്. കാരണം ഏറ്റവും വലിയ അമൽ ഏതാ? തൗഹീദാണ്. ഏറ്റവും വലിയ അമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൗഹീദാണ്. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ തൗഹീദ് അതുവരെ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് ഏറ്റവും വലിയ ഇബാദത്താണ് തൗഹീദ്. അതുകൊണ്ട് തന്നെ അത് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല.
അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ പഠിക്കുന്നതിൻ്റെ ആറാമത്തെ പ്രാധാന്യം എന്നത് അല്ലാഹു തആല യുഹിബ്ബു മൻ അഹബ്ബ അസ്മാഅഹുൽ ഹുസ്ന. അള്ളാഹുടെ നാമങ്ങളും വിശേഷണങ്ങളും ആരാണോ ഇഷ്ടപ്പെടുന്നത് അവരെ അള്ളാഹു ഇഷ്ടപ്പെടും എന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയെ ഒരു സൈന്യത്തിൻ്റെ കൂടെ അയച്ചു. ആ സഹാബിയാകട്ടെ എപ്പോഴും അദ്ദേഹം അവസാനിപ്പിക്കുക സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. എന്നിട്ട് 6 റക്അത്ത് അദ്ദേഹം അവസാനിപ്പിക്കും. അങ്ങനെ അവർ റസൂലിൻ്റെ അടുക്കിലേക്ക് മടങ്ങി. ആ സൈന്യം റസൂലിൻ്റെ അടുക്കിലേക്ക് മടങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേവലാതി പറഞ്ഞു, ഇങ്ങനെ ആ വ്യക്തി എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ആണ് പാരായണം ചെയ്യാന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചവരോട് ചോദിക്കാൻ പറയുന്നത്, സലൂഹു ലി അയ്യി ഷൈഇൻ യസ്നഉ ദാലിക്, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് ആ സഹാബിയോടൊന്ന് ചോദിച്ചു നോക്കണം എന്ന് പറഞ്ഞു. ഫസഅലുഹു, അങ്ങനെ അവർ ആ സഹാബിയോട് ചോദിച്ചു. ആ സഹാബി മറുപടി പറഞ്ഞത് ലി അന്നഹാ സിഫത്തുർ റഹ്മാൻ, കാരണം അത് അല്ലാഹുവിൻ്റെ വിശേഷണമാണ്. വ അന ഉഹിബ്ബു അൻ അഖറഅ ബിഹാ, ഞാനത് പാരായണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബുഹു, നീ അവൻ അറിയിച്ചു കൊടുക്കണം അല്ലാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയിച്ചു കൊടുക്കണം. അള്ളാഹുവിൻ്റെ ഇഷ്ടം ഇവിടെ ലഭിക്കാനുള്ള കാരണം എന്താ? അള്ളാഹുവിൻ്റെ വിശേഷണത്തെ ഇഷ്ടപ്പെട്ടു എന്നതാണ്. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മറ്റു ചില റിവായത്തുകളിൽ ഹദീസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് ഇതിനോടുള്ള സ്നേഹമാണ്. അള്ളാഹിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളോടുമുള്ള സ്നേഹമാണ് നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നമുക്ക് ലഭിക്കുക. അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു വിളിച്ചു പറയുന്ന മലക്കുകളോട് വിളിച്ചു പറയും. മലക്കുകൾ എല്ലാ ആളുകളും ഇഷ്ടപ്പെടും. മലക്കുകൾ ഭൂമിയിലുള്ള ആളുകളോട് വിളിച്ചു പറയും. ഭൂമിയിലുള്ള എല്ലാ സജ്ജനങ്ങളായ മനുഷ്യന്മാരുടെയും നമ്മെ ഇഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതായത് കബൂലിയത്തിൻ്റെയും സ്വീകാര്യത അവന് ലഭിക്കുന്ന. അതുകൊണ്ട് അള്ളാഹിൻ്റെ നാമങ്ങൾ, അവൻ്റെ വിശേഷണങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ വിചാരിക്കണം ഒരിക്കലും ആ പ്രശ്നം അത് പരിഹരിക്കപ്പെടുകയില്ല എന്ന് ഒരാൾ വിചാരിക്കുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ ഏത് നാമമാണ് നമുക്ക് അവിടെ വെക്കാൻ പറ്റുക? അള്ളാഹു ഫത്താഹാണ്, എല്ലാം തുറന്നു തരുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു തആല. നമ്മൾ അടച്ച എല്ലാ വാതിലും, നമ്മൾ തുറക്കാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച എല്ലാ വാതിലും തുറക്കുന്നവനാണ് അള്ളാഹു എന്നത് അള്ളാഹിൻ്റെ നാമമാണ്. ആ അള്ളാഹുവിൻ്റെ നാമം മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിസന്ധിയും പ്രശ്നങ്ങളും എന്നതൊരു വിഷയമേ അല്ലാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ എന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും ജീവിതത്തിൽ തട്ടിച്ചുകൊണ്ട് ജീവിക്കാൻ, ആ നാമങ്ങളും വിശേഷണങ്ങളും മുഖേന ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഏറ്റവും അവസാനത്തെ ശ്രേഷ്ഠത എന്നത്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി ചോദിച്ചു, മാ തസ്കിയത്തുൽ മർഇ നഫ്സഹു യാ റസൂലല്ലാഹ്, ഓ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഒരു മനുഷ്യൻ അവൻ എങ്ങനെയാണ് സംസ്കരിക്കപ്പെടുന്നത്? ഏറ്റവും വലിയ തസ്കിയത്ത് എന്താണ്? ഒരാൾക്ക് എങ്ങനെ നന്നാകാൻ സാധിക്കുക? ഏറ്റവും നല്ല ജീവിതം ജീവിക്കാൻ ഒരാൾക്ക് എങ്ങനെ സാധിക്കും? സ്വാലിഹായ മനുഷ്യനായി എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യഅലമു അന്നല്ലാഹ മഅഹു ഹൈസു കാന, അവൻ എവിടെയായിരുന്നാലും അള്ളാഹു അവൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം ഏറ്റവും കൃത്യമാകുന്ന, അള്ളാഹു അവൻ്റെ കൂടെ എപ്പോഴുമുണ്ട് എന്ന രീതിയിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകൂലാണ്. പിന്നെ ഒരു പള്ളിയിലും CCTVയുടെ ആവശ്യം തന്നെ ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം അറിയാം അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാൾ മറ്റൊരാളെ വഞ്ചിക്കൂല. ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ വഞ്ചിക്കുകയോ ആക്രമിക്കുകയോ ഒന്നും ചെയ്യൂല. കാരണം എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാത്തിൻ്റെയും മുകളിൽ, എല്ലാ നിരീക്ഷണത്തിൻ്റെയും മുകളിൽ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന റബ്ബുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളോട് പോലും ശത്രുത വെച്ച് ജീവിക്കാൻ പോലും അവന് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠനം നടത്തിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട് എന്ന് ഹദീസിൽ പ്രതിപാദിക്കപ്പെടുമ്പോൾ ആ 99 നാമം പഠിച്ചാൽ സ്വർഗമുണ്ട് എന്നും പറഞ്ഞു. ആ 99 നാമം പഠിച്ചാൽ സ്വർഗമുണ്ട് എന്നും പറഞ്ഞു. ആ നാമത്തിൽ എത്ര നാമങ്ങൾ നമ്മൾ പഠിച്ചു?
5 നാമമാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ഇനിയും എന്തുണ്ട്? സ്വർഗത്തിലേക്ക് യാത്ര ഇനിയും വിദൂരമാണെന്നാണ്. ഇനി അതല്ല, ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിലോ ഇതുവരെ നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും എന്ന വിഷയത്തിൽ ഒരുപാട് ക്ലാസ്സുകൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ട ഏതെങ്കിലും ഒരാളുടെ ക്ലാസ് പറയാൻ പറ്റുമോ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും എന്ന വിഷയത്തിൽ? ഹുസൈൻ സലഫി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഹുസൈൻ സലഫിയുടെ പ്രസംഗങ്ങൾ നമ്മൾ പല ആളുകളും ഓടിപ്പാഞ്ഞ് കേൾക്കുന്ന ആളുകളാണ്. അതേസമയത്ത് ആ ക്ലാസ് കേട്ട് എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കമായിരിക്കും. വളരെ ചുരുങ്ങിയ ആൾക്കാരായിരിക്കും അത് കേട്ടിട്ടുണ്ടാകുക. അതുമാത്രമല്ല, ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുല്ലാ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അദ്ദേഹം വളരെ വിശദമായി വിശാലമായി വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വ്യൂസൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ 500-600 വ്യൂസൊക്കെ അതിനുണ്ടാകുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് തൗഹീദുള്ള ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് വളരെ കൃത്യമായി പഠിക്കണം. അതായത് നമ്മൾ പണ്ട് പഠിച്ച തൗഹീദുമായിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാണ് നടക്കുകയാണ്. അതിലുപരി ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അള്ളാഹിനെ കുറിച്ചും അള്ളാഹിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് എൻ്റെ തൗഹീദ് പൂർണ്ണമാവുക എന്ന ബോധ്യത്തിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ എത്തണം. അങ്ങനെ എത്തുമ്പോഴാണ് തൗഹീദ് തഹ്ഖീഖാകുക, തൗഹീദ് സാക്ഷാത്കരിക്കപ്പെടുക എന്ന് പറയും. തൗഹീദുള്ളവൻ തന്നെ പല ദറജയിലാണ്. എല്ലാ മുവഹിദും ഒരേ ദറജയിലല്ല. ഓരോ മുവഹിദും ഓരോ ദറജയിലാണ്. ഏറ്റവും അവസാനം തൗഹീദ് തഹ്ഖീഖ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായി എങ്ങനെയാണ് അമ്പിയാക്കൾ അള്ളാഹുവിനെ കണ്ടത് ആ രൂപത്തിൽ തൗഹീദിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു ദുഃഖം ഉണ്ടാവില്ല, ഒരു വിഷമവും ഒരു പേടിയും അവരെ ബാധിക്കുകയില്ല എന്നുള്ളത്. ആ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതം ചെയ്യണം, മാറണം. പണ്ഡിതന്മാരൊക്കെ നിത്യവും പറയാറുണ്ട്, ആരെങ്കിലും ഒരാൾ അത്തൗഹീദു ഫഹിംനാഹു, എനിക്ക് തൗഹീദ് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഹിൽ, ഓനാണ് ജാഹിൽ എന്നാണ്. തൗഹീദ് ജീവിച്ച് കാണിക്കേണ്ടതാണ് തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സഹാബി അദ്ദേഹം കടബാധ്യതയിൽപ്പെട്ട് മരണപ്പെടുന്ന സന്ദർഭത്തിൽ മകനോട് എന്താ സഹാബി പറയുന്നത്? മകനോട് എന്ത് പറഞ്ഞുകൊണ്ടാണ് ആ സഹാബി മരണപ്പെടുന്നത്? എൻ്റെ യജമാനനെ ഞാൻ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ആ യജമാനനോട് നീ ചോദിച്ചോ എന്നാണ്. ചോദിച്ചു കടം വീട്ടിക്കൊടുത്തു എന്നുള്ളതാണ്. അതാണ് അവരുടെ ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഈമാനിലേക്ക് എത്തിപ്പെടാൻ പറ്റുക തൗഹീദുള്ള ആളുകൾക്ക് മാത്രം. തൗഹീദില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനം തന്നെ ഇല്ല, പിന്നെ എന്തുണ്ടായിട്ടും ഇതില്ല, ഒരു കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ദുൽമാണ് അവരുടെ ജീവിതം. ഇരുട്ടിന്മേൽ ഇരുട്ടാണ് അവരുടെ ജീവിതം എന്നുള്ളതാണ്. വളരെ പ്രയാസം. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നേരെ കൈ ഉയർത്ത് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ആരും കാണാത്ത സന്ദർഭത്തിൽ കരഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം കഴിഞ്ഞു, നമ്മുടെ പ്രതിസന്ധി അവിടെ എന്ത് ചെയ്തു? അവസാനിച്ചു. എന്നാൽ തൗഹീദില്ലാത്ത ഒരാൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം ഒരു ജാറത്തിൽ നിന്ന് മറ്റൊരു ജാറത്തിലേക്ക് പോകാൻ, ഒരു ഏലസിൽ നിന്ന് മറ്റൊരു ഏലസിലേക്ക്, ഒരു തങ്ങളിൽ നിന്ന് മറ്റൊരു തങ്ങളിലേക്ക്. ഇത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന സംഭവമാണ്. ഒരു വെള്ളത്തിൽ നിന്ന് അടുത്ത വെള്ളത്തിലേക്ക് എന്ത് ചെയ്യാണ്? ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ പോരാ, ഇന്ന തങ്ങൾ പോരാ, ഇന്ന ആൾ പോരാ, ഇന്ന ഏലസ് പോരാ, ഈ ഏലസാണ് ഏറ്റവും നല്ലത്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടെന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹിനെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ പഠിക്കണം. ആദ്യം നമ്മൾ പഠിക്കുകയും നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ആ ഉൾക്കൊണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നിടത്താണ് ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഖദർ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈമാൻ അത് കൃത്യമായി അളന്ന് എത്രയാണ് എൻ്റെ ഈമാൻ ഉള്ളത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി അള്ളാഹിൻ്റെ നാമങ്ങൾ അത് കൃത്യമായി ഓരോന്നും പഠിച്ച് നോട്ട് ചെയ്ത് പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ അത് പരമാവധി ജീവിതത്തിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ തട്ടിക്കാൻ പരിശ്രമിക്കണം. അവിടെയാണ് വിജയം. ഇൽമുണ്ടായാൽ മാത്രം പോരാ, ആ ഇൽമനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരണം. അള്ളാഹു റാസിഖാണ് എന്ന് പറയുമ്പോൾ മകൻ ഏറ്റവും നല്ല ജോലിയിലാണുള്ളത്. ആ ജോലി പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രയാസത്തിലാണ്, നമ്മൾ ഭയങ്കര വിഷമത്തിലേക്ക് പോകും. എവിടെ? അള്ളാഹിൻ്റെ നാമം അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു റസാഖാണ് എന്ന് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓൻ്റെ അവലംബൊന്നും ഈ പറയുന്ന മകൻ്റെ ജോലിയിലല്ല എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. തുടർന്നുള്ള ക്ലാസ്സുകളിൽ അള്ളാഹുവിൻ്റെ നാമത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുക. അത് കൃത്യമായി പഠിക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ഉൾക്കൊണ്ട കാര്യങ്ങൾ
പ്രബോധനം ചെയ്യുവാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.